ഹൈന്ദവ ആഘോഷമാണോ? ഓണം, മഹാബലി, വാമന ജയന്തി, തൃക്കാക്കരയപ്പൻ, ഇതിപ്പോൾ സവർണ അവർണ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇനിയും കാലങ്ങളായിട്ട് ചർച്ചകൾ നടക്കുന്നതാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതേ, ഈ ഹിന്ദു ആഘോഷങ്ങൾ, ആചാരങ്ങൾ, ഇതേപ്പറ്റി വലിയ ചർച്ച നടക്കും. ബട്ട് മുസ്ലിങ്ങളെ പറ്റിയോ ക്രിസ്ത്യാനികളെ പറ്റിയോ ആരും ചർച്ച ചെയ്യാറില്ല. 8 നോയമ്പ് ശരിയാണോ, എവിടെ നിന്ന് തുടങ്ങി, ആരും പറയാറില്ല. വാസ്തവത്തിൽ 8 നോയമ്പ് തുടങ്ങിയത് ഇസ്ലാമിൻ്റെ ആക്രമണത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ നിവൃത്തിയില്ലാതെ പള്ളിക്കുള്ളിൽ അടച്ചിരുന്ന് പ്രാർത്ഥിച്ചു 3 ദിവസം. അങ്ങനെ 3-ാം ദിവസം പിന്നെ എങ്ങനെയോ ഈശ്വരാധീനം കൊണ്ട് മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും മറ്റെന്തോ സംഭവിച്ചു ഇവർ രക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് 3 ദിവസത്തെ പെരുന്നാളായിട്ട് തുടങ്ങുകയും പിന്നെ അത് 8 ദിവസം ആകുകയും 8 നോമ്പ് ഇങ്ങനെയൊക്കെയുള്ള ആചാരമുണ്ട്. ആരെങ്കിലും ചർച്ച ചെയ്യുമോ? ചെയ്യില്ല. കാരണം ഇസ്ലാം ഡിഫെൻസീവിലാകുന്ന ചർച്ചയാണ്. അത് ക്രൈസ്തവ സഭകൾക്കും ഇഷ്ടമല്ല. അൽമയർക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ ഇതൊരു ആചാരമായിട്ട് മാറുന്നതിൻ്റെ ഉത്ഭവ സംഗതിയൊന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ പോകുന്നു. ഇതുപോലെയാണ് ഓണത്തെയും കാണേണ്ടത്. ഓണത്തിൻ്റെ ഉത്ഭവം അന്വേഷിച്ചൊന്നും പോകേണ്ട കാര്യമില്ല. ഓണം ഒരു ഹിന്ദു ഉത്സവമാണ്. ബട്ട് ഉത്സവങ്ങൾക്ക് 2 ഭാഗമുണ്ട്. ഒന്ന് അതിൻ്റെ റിച്വൽ, വേറൊന്ന് കാർണിവൽ. ഇപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിന് ആറാട്ട്, അത് ദൈവത്തെ മൂർത്തിയെ കൊണ്ടുപോകുന്നു, കുളിപ്പിക്കുന്നു, വെള്ളത്തിൽ മുങ്ങുന്നു, വരുന്നു, ഇതൊക്കെ റിച്വലാണ് അതിൻ്റെ. അതിനോട് ചേർന്ന് നാടകം, കച്ചവടം, ബാലെ, ആനപ്പുറത്ത് വലിയ എഴുന്നള്ളിപ്പ്, ചെണ്ട, പെരുവനം കുട്ടന്മാരും 64 കലാകാരന്മാരും, കൊട്ടാരക്കര കുട്ടിശങ്കരൻ എന്ന് പറഞ്ഞ ആന, തലപ്പൊക്കം നോക്കുക, ഇതൊക്കെ അതിൻ്റെ കാർണിവൽ പാർട്ടാണ്. ഈ കാർണിവൽ പാർട്ട് എപ്പോഴും സെക്കുലർ ആയിരുന്നു. കാരണം അതിലെല്ലാവരും പങ്കെടുക്കും. റിച്വൽ ഹിന്ദുവിൻ്റെയാണ്. അവിടെ മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും പ്രവേശനമില്ല, റോളുമില്ല. ഈ എല്ലാ ഉത്സവങ്ങളും നോക്കിക്കോളൂ, റിച്വൽ പാർട്ടുണ്ട്, കാർണിവൽ പാർട്ടുണ്ട്. അപ്പോൾ ഓണം മതേതരമാണോ? ആണ്. ഓണം ഹൈന്ദവമാണോ? തീർച്ചയായും ആണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത് രണ്ടുമാണ്. കാരണം റിച്വൽ പാർട്ടിൽ ഹിന്ദുക്കൾ മാത്രം, കാർണിവൽ പാർട്ടിൽ എല്ലാവരും കൂടും. ഇത് ഓണത്തിന് മാത്രമല്ല, എല്ലാത്തിനും ബാധകമാണ്. ഇപ്പോൾ മതേതരരായ ഹിന്ദുക്കൾ പറയാറില്ലേ, എനിക്ക് ഓണം, ക്രിസ്മസ്, ഈദ് ഒക്കെ ഒരുപോലെയാണ്. അതിൻ്റെ ഏത് പാർട്ട്? കാർണിവൽ പാർട്ട്. അല്ലാതെ ക്രിസ്മസിൻ്റെ ചടങ്ങിൽ നിങ്ങൾ പള്ളിയിൽ പോയി മുട്ടുകുത്തി നിൽക്കുകയോ മുട്ടുകുത്താതെ നിൽക്കുകയോ അതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ക്രിസ്മസിൻ്റെ സ്റ്റാർ തൂക്കുക, അത് ചെയ്യുക, കേക്ക് മുറിക്കുക, ഇതുപോലെയുള്ള കാർണിവൽ പാർട്ടിലാണ് ഈ മതേതരനെന്ന് അവകാശപ്പെടുന്ന ഹിന്ദു പങ്കെടുക്കുന്നത്, റിച്വലല്ല. അതുകൊണ്ട് മതേതരത്വം ഇതും തമ്മിൽ ബന്ധിപ്പിക്കേണ്ട കാര്യമേ ഇല്ല. നാട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ എല്ലാവരും കൂടും. ആ ആഘോഷത്തിൻ്റെ ഉള്ളിലെ ചടങ്ങ്, റിച്വൽ, അതിൽ എല്ലാവരും കൂടുകയില്ല, കൂട്ടുകയുമില്ല, കൂടാൻ സാധ്യവുമല്ല. ഞാൻ ഒരു സുഹൃത്ത് ക്ഷണിച്ചിട്ട് അയാളുടെ മകളുടെ ആദ്യ കുർബാന. അപ്പോൾ എന്നോട് പറഞ്ഞു, മോഹൻദാസ് വന്നപ്പോൾ പഴയ കൂട്ടുകാരനാണ്. ഞാൻ പോയി. ഞാനപ്പോൾ പള്ളിയിൽ പോയി അകത്ത് കയറി. എല്ലാവരും ഇരിക്കുമ്പോൾ ഞാനിരിക്കും, ഇടയ്ക്ക് എല്ലാവരും എണീക്കും, ഞാനും എണീക്കും. അപ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ കൂട്ടുകാരനുണ്ട്, അതാണ് മാതൃക. അവൻ എന്ത് ചെയ്യുന്നോ അത് ഞാനും ചെയ്യും. ഇങ്ങനെ പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒരു 2 വരിയായിട്ട് ഇങ്ങനെ ഏങ്കോണിച്ച് നിൽക്കുന്നു. ഒരു പള്ളിയിലച്ഛൻ ഈ വീഞ്ഞ് വായിൽ ഇറ്റിച്ചു കൊടുക്കുന്നു. അതാണ് ചടങ്ങ്. ഞാനും ആ ക്യൂവിൽ നിന്നു. അപ്പോൾ ഇവൻ മുമ്പിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, പുറത്ത് വെക്കോ. ഞാൻ പോയി, എന്തിനു പുറത്ത് പോകും, ഞാൻ പറയുന്നത് കേൾക്കുന്നു. ഞാൻ പതുക്കെ സ്ലിപ്പ് ചെയ്ത് പുറത്ത് പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആശാനോട് ചോദിച്ചു, ഇതെന്താ പരിപാടി, എന്നെ എല്ലാത്തിനും എഴുന്നിട്ട് ഇത് മാത്രം വന്ന് പുറത്തിറങ്ങുന്നു? അത് റിച്വൽ പാർട്ടാണ്, റിച്വലാണത്.
അത് കൂദാശയുടെ ഒരു ഭാഗമാണ്. മാമോദീസ മുങ്ങാത്ത ഒരു ഹിന്ദു ഇതിൻ്റെ ആദ്യ കുർബാനയിൽ പങ്കെടുക്കാൻ പാടില്ല. മാമോദീസ മുങ്ങാത്ത ഹിന്ദു എന്നല്ല, മാമോദീസ മുങ്ങാത്ത മനുഷ്യൻ, അയാൾ ആര് വാങ്ങിക്കോട്ടെ, അയാൾ ഇത് രണ്ടാം കൂദാശയാണ്. ആദ്യ കുർബാന എന്ന് പറയുന്നത് രണ്ടാമത്തെ കൂദാശയാണ്. ആദ്യത്തേത് മാമോദീസ മുക്കലാണ്. അപ്പോൾ മാമോദീസ മുങ്ങാത്ത ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയാത്ത മോഹൻദാസ് എങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പിൽ കയറും? റിച്വലിന് വിരുദ്ധമാണ്. അതുകൊണ്ട് മോഹൻദാസിനോട് അവൻ പുറത്തു പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ കാർണിവലാണ്. ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം, അത് ഇത് ഗാനമേള, കുന്തം കുറുടിയൊക്കെ കാർണിവലാണ്. കാർണിവലിൽ മോഹൻദാസിന് പ്രശ്നമുണ്ട്. ബട്ട് ഉള്ളിൽ പോയി ആ റിച്വൽ എത്തിക്കഴിഞ്ഞപ്പോഴോ അവിടെ ഞാൻ ഹിന്ദുവാണ്, മാറി നിൽക്കണം. എനിക്കത് വിഷമമൊന്നുമില്ല, നിൽക്കണമല്ലോ, മാറി നിൽക്കണമല്ലോ. ബട്ട് അയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞു അത് മാറി നിന്നത് നന്നായി, മാറ്റി നിർത്തിയത് നന്നായി. കാരണം അത് റിച്വലിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതൊരു സ്റ്റെപ്പ് തെറ്റിച്ചുള്ള കയറ്റമാണ്, കയറാൻ പാടില്ല. ഇതാണ് ഈ റിച്വലും കാർണിവലും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ആൾക്കാർ ഞാൻ മതേതരനാണ് എന്ന് ഘോഷിക്കും. എല്ലാവരും മതേതരന്മാരാണ്, എല്ലാവരും കാർണിവലിൽ പങ്കെടുക്കുന്നു.